മുസ്ലിം ലീഗിന് 7 മന്ത്രിസ്ഥാനത്തിനൊരു അർഹതയുണ്ട് എന്ന് മഞ്ഞളാംകുഴി അലി MLA പ്രതികരണം. നമ്മുടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വോട്ട് കുത്തുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണോ അതോ ലീഗിന്റെ അമിത ആവശ്യങ്ങൾക്കാണോ? സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് 5, 6, 7 മന്ത്രിമാർ കിട്ടേണ്ട ഒരു ഇതില്ല, കിട്ടേണ്ടതാണ്. നിയമപ്രകാരം കിട്ടേണ്ടതാണ്. 7 മന്ത്രിമാർ, ഉപമുഖ്യമന്ത്രി പദം, ലീഗിന്റെ ലിസ്റ്റ് നീളുകയാണ്. ഇത് ജനങ്ങളെ സേവിക്കാനാണോ അതോ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം നേട്ടമുണ്ടാക്കാനാണോ? കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. കെ ഷാജി പറയുന്നു, മതം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. ഇതിനെയാണോ നമ്മൾ മതേതരത്വം എന്ന് വിളിക്കേണ്ടത്? മുസ്ലിം ലീഗ് എന്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് പൂർണ്ണമായും സാമുദായിക സംഘടനയാണ്. പൂർണ്ണമായിട്ടും സാമുദായിക താല്പര്യങ്ങളും സാമുദായിക രാഷ്ട്രീയവും മാത്രമാണ്. ഇവർക്ക് എന്താണ് വേറെ രാഷ്ട്രീയം ഉള്ളത്? ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഇവർക്ക് എന്താ ഉള്ളത്? ഒരു എക്കണോമിക് അജണ്ട എന്താ ഉള്ളത്? പൂർണ്ണമായിട്ടും സാമുദായിക കക്ഷി ആയതുകൊണ്ട് ആ സാമുദായിക കക്ഷി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം സമുദായ അടിസ്ഥാനത്തിൽ തന്നെയാണ്. UDF-നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ലീഗിന് ഉപമുഖ്യമന്ത്രി പദവും 7 മന്ത്രിമാരെയും വാങ്ങിക്കൊടുക്കാനാണോ? കോൺഗ്രസിനെയും വിഴുങ്ങി ലീഗ്. ഇവർ നാടിനാപത്ത്.